നമ്മൾ വെട്ടിയ ചുരിദാറില്ലേ, ഈ ചുരിദാറിൻ്റെ ടോപ്പ് ഇത് എങ്ങനെയാണ് തയ്ക്കണേന്നൊന്ന് കാണിച്ചു തരാം. ഇത് കയ്യ്. ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്നോ, ഫ്രണ്ടും ബാക്കും പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ലൈനിങ്ങും കൂടി ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിച്ചിരിക്കുന്ന പറഞ്ഞാൽ തയ്ച്ച് ഇങ്ങനെ വെക്കണം. തയ്ച്ച് വെച്ച് കഴിഞ്ഞിട്ട് വേണം കഴുത്ത് തയ്ക്കാൻ. അന്നേരം കുറേശ്ശെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം ഇത് അടിച്ച് പിടിപ്പിക്കട്ടെ. ഇനി ഫ്രണ്ടും ബാക്കും വെച്ചടിച്ചു. ഇനി കഴുത്ത് പിടിപ്പിക്കണം കാണിച്ചു തരാം കേട്ടോ. ഇത് ഫ്രണ്ട് കഴുത്ത്. ഇത് ഒരു പീസ് വയ്ക്കുക. സ്റ്റിപ്പ് വെച്ച് തയ്ക്കണമെങ്കിൽ അത് തിലക്ക് വെച്ചടിച്ചിട്ട് വേണം. ഞാനങ്ങനെ തയ്ക്കുന്നില്ല. ഞാനിത് കഷ്ണം മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇതിങ്ങനെ വെച്ച് ഒരു ഏങ്കോണിപ്പ് പോലെ ഈ കഴുത്ത് ഇതുണ്ട് തയ്ച്ച് വെച്ചേക്കണേ. അതേപോലെ തന്നെ അടിയിലൊരു പീസ് വെച്ചിട്ട് വെച്ചടിക്കുക. നല്ല വശത്ത് വെച്ചിട്ട് വേണം അടിക്കാൻ കേട്ടോ. അടിയിലത്തെ പീസയിൽ തന്നെ തയ്യൽ വീഴുന്നുണ്ടോ എന്ന് നോക്കണം ഇടയ്ക്ക്. ഇനി ആ പീസ് ഇങ്ങനെ വെട്ടിക്കളയുക. നടുക്കത്തെ പീസ് കത്രികയ്ക്ക് മൂർച്ച കുറവാണ്. എന്നിട്ട് ഇങ്ങനെ മൂല വെട്ടിക്കൊടുക്കണം കേട്ടോ. തിരിഞ്ഞ് വരണമെങ്കിൽ സൂക്ഷിച്ച് വെട്ടണം. നല്ല കത്രികയാണെങ്കിലേ വെട്ടാവുള്ളൂ. ഇങ്ങനെ അല്ലെങ്കിൽ സൂക്ഷിച്ച് കണ്ടിച്ച് പോകരുത്. ഓക്കെ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. ലൈൻ അടിയിലത്തെ വച്ചേക്കണ കഷ്ണം തുണി കാണാത്ത രീതിയിൽ വേണം കേട്ടോ. ഇങ്ങനെ വലിച്ച് റൗണ്ട് കഴുത്തായതുകൊണ്ട് ആ മൂല ശരിക്കും വെട്ടിയില്ലെങ്കിൽ അത് തിരിഞ്ഞ് വരത്തില്ല. അതുകൊണ്ട് വെട്ടിയിട്ട് വേണം തയ്ക്കാൻ. ആ ടേപ്പ് അളവെടുത്തോണ്ട് വരാം.
കനം കുറഞ്ഞ തുണി ആയതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്തേക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കൈത്തുന്നൽ തുന്നിയില്ലെങ്കിലും സാരമില്ല കേട്ടോ. ഇത് ഡബിൾ സ്റ്റിച്ച് ചെയ്താലും കാണത്തില്ല, തുന്നിയാലും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്യണത്. വേണമെങ്കിൽ ഇതിൻ്റെ അരികൊന്ന് മടക്കി അടിക്കാം, വേണ്ടെങ്കിൽ അടിക്കണ്ട. ഇങ്ങനെ അകത്തേക്ക് കിടന്നോളൂ. ഇങ്ങനെ തുണി കൂടുതലുള്ളതുകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. അവിടെ ഇച്ചിരി കട്ടി ഫീൽ ചെയ്യും. അതുകൊണ്ട് ഓക്കെ. ഇത് ഫ്രണ്ട് പീസ് കഴിഞ്ഞു. ബാക്ക് പീസിന് ബാക്ക് കണ്ട ഇവിടെ ഒരു കുറച്ചേ ഉള്ളൂ. ബാക്ക് വശം എനിക്ക് കയറിയിരിക്കണതുകൊണ്ട് ഞാൻ ഒരു 1/2 ഇഞ്ച് വെട്ടിക്കളഞ്ഞേ ഉള്ളൂ. വെട്ടിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങ് തയ്ച്ചാൽ മതിയായിരുന്നു. ഞാൻ വെട്ടിക്കളഞ്ഞു 1/2 ഇഞ്ച് ഷേപ്പിന്. നാളെ ഇതിൻ്റെ ബോട്ടം വെട്ടി തയ്ക്കാം. ക്രോസ് പീസ് വെട്ടിയിട്ട് വേണം കേട്ടോ തയ്ക്കാൻ. ക്രോസ് വെട്ടണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കുക. ഇനി നമ്മുടെ ഷോൾഡർ തമ്മിൽ കൂട്ടിയടിക്കണം. ഇവിടെ ഒപ്പം വയ്ക്കുക. ഇത് വെട്ടിക്കളയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ആയതുകൊണ്ട് അവിടെ ഒപ്പം വയ്ക്കുക. ഈ പീസില്ലേ ബാക്കി പീസ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചാലും മതി. ഇതിങ്ങനെ വെച്ചിട്ട് എന്നിട്ടിങ്ങനെ തിരിച്ച് പിടിച്ച് നോക്കണം. ഇവിടെ തുമ്പ് ഇങ്ങനെ എന്തോ പോലെയാണോ ഇരിക്കണേന്ന്. അന്നേരം അടിയിലത്തെ തുമ്പില്ലേ, അതിങ്ങനെ കുറച്ച് സ്പേസ് കൂടുതലുണ്ടെങ്കിൽ എന്തോ പോലെ ഇരിക്കും. അതുകൊണ്ട് സ്പേസ് ഇല്ലാത്ത രീതിയിൽ അഴിച്ചിട്ട് ചേർത്ത് വെച്ച് തയ്ക്കണം. തന്നോ തരാം. പാടി ജാനു.
മാറ്റി വെച്ചേരെ വെള്ളത്തിൽ. ഇനി കൈ പിടിപ്പിക്കണം. കൈ പിടിപ്പിച്ചിട്ട് കാണിച്ചേ. കൈയും അടിച്ച് സൈഡും അടിച്ചു. ദേ ഉണ്ടോ, ഈ വരയില്ലേ, ഈ വരയക്കടെ സൈഡും അടിച്ചു. ഇനി സ്ലിറ്റ് മടക്കി അടിക്കണം. സ്ലിറ്റ് മടക്കി അടിച്ചിട്ട് കാണിച്ചു തരാം. സ്ലിറ്റ് മടക്കി അടിക്കണേ കാണിച്ചു തരാം കേട്ടോ. സൈഡ് അടിച്ചിട്ടുണ്ട് കണ്ടോ, സ്ലിറ്റ് അടിച്ചു. നല്ലതായിട്ട് വന്നു കേട്ടോ. ചുരിദാർ ചിലപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ നന്നായിട്ട് വരില്ല, ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അടി ഞാൻ ലൈനിങ് ഇത്ര ഇറക്കിയിട്ടതാണ്. തീരെ കനം കുറവായതുകൊണ്ട് ലൈനിങ് ഞാൻ അങ്ങ് ഇറക്കിയിട്ട് വെട്ടിയതാ. ഇത്ര ലൈനിങ് ഒരു 3 ഇഞ്ച് കയറ്റിയിട്ട് വേണം വെട്ടാൻ. കത്രിക നല്ല കത്രിക ആയതുകൊണ്ട് ഒരു കത്രിക മേടിക്കണം. ഇനി അടിയടിച്ച് സ്ലിറ്റ് റൗണ്ട് അടിച്ചിങ്ങ് വന്നാൽ മതി. ഒറ്റ അടുപ്പിൽ ഇങ്ങ് അടിച്ചടിച്ച് വരണം. നിങ്ങളിങ്ങനെയാണോ തയ്ക്കണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അടിച്ച് റൗണ്ട് അടിച്ച് നൂല് പൊട്ടിക്കാതെ അടിച്ച് തീർക്കണേ കാണിച്ചു തരാം കേട്ടോ. ഈ ലൈനിങ് പിന്നെ തൂങ്ങി വന്നേക്കൂട്ട് ലൈനിങ് അല്ല. ലൈനിങ് തൂങ്ങി വന്നേക്കൂട്ട് ലൈനിങ് ആണെങ്കിൽ 3 ഇഞ്ച് തന്നെ കയറ്റിയിട്ട് വെട്ടണം കേട്ടോ. ഇത് നല്ല ലൈനിങ്ങാണ്. ഒരു അരമണിക്കൂർ കഷ്ടി നമ്മൾ ചുരിദാർ തയ്ക്കാൻ സമയം മതി. നമ്മൾ സ്ഥിരം തയ്ച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അരമണിക്കൂറിൽ തയ്ക്കണം ആ ചുരിദാർ. കടയിൽ പോയി തയ്ക്കാൻ പോയിക്കൊണ്ടപ്പോഴാട്ടോ. അഹങ്കാരമല്ല, അന്നേരം ഇങ്ങനത്തെ ഈ പവർ മെഷീനാണെങ്കിൽ തയ്ക്കാൻ പറ്റും. അല്ലാത്ത മെഷീനാണെങ്കിൽ പറ്റത്തില്ല. ഇത് ഇങ്ങനെ റൗണ്ട് അടിക്കുക. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കറക്റ്റ് കളറല്ല. എനിക്കിതിനു മുമ്പൊരു ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നു, ഈ പർപ്പിൾ കളർ, മുന്തിരി കളർ എന്ന് പറയും. ശരിക്കും മുന്തിരി കളർ അതായിരുന്നു. അത് ഞാൻ വണ്ണം വെച്ചപ്പോഴത്തേനും ചെറുതായിപ്പോയി. ചുരിദാർ ചെറുതായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ കളർ മേടിക്കണം. ഇപ്പോഴത്തെ കളർ ഈ പർപ്പിൾ കളറാന്ന് തോന്നണേ. എല്ലാവരും ഈ കളർ പറഞ്ഞ് മേടിച്ച് തയ്ച്ച് വയ്ക്കുക. നല്ല ഇത് എല്ലാവർക്കും ചേരണ കളറാണ്. സകല ഇരുണ്ട ആൾക്കാർക്കും ചേരും, വെളുത്തവർക്കും ചേരും. ഞാൻ ഭയങ്കര സ്പീഡിൽ അടിക്കാത്ത കേട്ടോ. ഈ നൂലെങ്ങാനും പൊട്ടിപ്പോയെങ്കിലോ നോക്കണ്ട, അല്ലെങ്കിൽ സ്പീഡിൽ അടിച്ച് വിടാൻ പറ്റും. പവർ മെഷീനിൽ നമ്മൾ തയ്ച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തേൽ മാത്രമേ തയ്ക്കത്തുള്ളൂ. നല്ല സുഖമാണ് തയ്ക്കാൻ. നൂലിന് കംപ്ലൈൻറ്റ് വരില്ല, കേടില്ല, അങ്ങനെയൊക്കെ വരും, ഒന്നും വരത്തില്ല. അതുകൊണ്ട് പക്ഷെ മെഷീന് ഭയങ്കര വിലയാണ്.
ഞാൻ മേടിച്ചത് 18 രൂപ കൊടുത്ത് മേടിച്ചത്. തയ്ച്ച് കിട്ടിയ ഞാൻ തയ്ക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ തയ്ച്ച് പൈസ ഉണ്ടാക്കി മേടിച്ചതാണ് മെഷീൻ. അല്ല, നൂല് പൊട്ടിക്കാണ്ട് റൗണ്ട് അടിച്ച് എത്തിച്ച് ഇങ്ങനെയാണ് ചുരിദാർ തയ്ക്കുന്നത് കേട്ടോ. ചുരിദാറിൻ്റെ പണി കഴിഞ്ഞു. ഞാനൊന്ന് ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ. ഇട്ട് നോക്കിയിട്ട് അല്ല, സൈഡ് അടിക്കണതിന് മുമ്പ് ഇട്ട് നോക്കിയായിരുന്നു. ശകലം ഒരു ഗിൽറ്റ് പോലെയുണ്ട്.